بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد فإن قلت ഇനി നീ ചോദിച്ചാൽ ഫഅഖ്ബിർന താങ്കൾ പറഞ്ഞാൽ, നീ ആവശ്യപ്പെട്ടാൽ എന്നൊക്കെ അർത്ഥം. ഫഅഖ്ബിർന താങ്കൾ എനിക്ക് പറഞ്ഞതാ അൻ ഹഖീഖത്തുൽ ഇഖ്ലാസി വരിയ, ഇഖ്ലാസിൻ്റെയും റിയാഇൻ്റെയും ഹഖീഖത്തിനെ കുറിച്ച്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിയാ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഹഖീഖത്ത് തഅരീഫ് അത് പറഞ്ഞു തരാം. ഹുക്മിഹിമ ഇത് രണ്ടിൻ്റെയും ഹുക്മിനെ കുറിച്ചും പറഞ്ഞതാ. തഅസീരിഹിമ ഇത് രണ്ടും പ്രതിഫലനം ചെയ്യുന്ന രീതിയെക്കുറിച്ചും. ഫിൽ അമലി അമലിൽ ഇഖ്ലാസും റിയാഉം എപ്രകാരമാണ് പ്രതിഫലനം ഉണ്ടാക്കുന്നത് അതും പറഞ്ഞതാ എന്ന് ചോദിച്ചാൽ, ഫഅലം അപ്പോൾ നീ അറിയണം, അന്നൽ ഇഖ്ലാസ നിശ്ചയം ഇഖ്ലാസ് ഇൻദ ഉലമാഇന നമ്മുടെ ഉലമാഇൻ്റെ അടുക്കൽ അഥവാ സൂഫി മഹാന്മാരുടെ അടുക്കൽ ഇഖ്ലാസാനി രണ്ടിനമാണ്, രണ്ട് സൈസ് ഇഖ്ലാസ് ഉണ്ട്. അതായത് അവകൾ ഇഖ്ലാസുൽ അമലി വ ഇഖ്ലാസു തലബിൽ അജ്രി. ഇഖ്ലാസുൽ അമലും ഇഖ്ലാസു തലബിൽ അജ്റുമാണ്. അമലിൻ്റെ ഇഖ്ലാസ്, അതുപോലെ അജ്റിനെ തേടുന്ന ഇഖ്ലാസ്, കൂലിയെ തേടുന്ന ഇഖ്ലാസ്. അമലിൻ്റെ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, തലബുൽ അജ്റിൻ്റെ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പുറകെ പറയും. അമ്മ ഇഖ്ലാസുൽ അമലി, അമലിൻ്റെ ഇഖ്ലാസ് ആകുന്നത്, അമലിൻ്റെ ഇഖ്ലാസ് ഫവാദ് ഇറാദത്തു തഖർറുബി ഇലല്ലാഹി അസ്സ വജല്ല, അള്ളാഹുലേക്കുള്ള അടുപ്പത്തെ ഉദ്ദേശിക്കലാണ് അമൽ കൊണ്ട്, വേറെ ഒരു ഉദ്ദേശവുമില്ല. അംരിഹി അവൻ്റെ കാര്യത്തിൻ്റെ മഹത്വത്തെയും ഉദ്ദേശിക്കലാണ്. അവൻ്റെ കാര്യം, അവൻ ഈ ഇബാദത്തിൻ്റെ വിഷയത്തിലുള്ള അവൻ്റെ കാര്യത്തിൻ്റെ മഹത്വത്തിനെയും ഉദ്ദേശിക്കലാണ്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക. വൈജാബത്ത് ദഅവത്തിഹി അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ തഅലീമു അംരിഹി അവൻ്റെ കാര്യത്തിനെ മഹത്വപ്പെടുത്തലാണ്, അള്ളാഹുലേക്കുള്ള തഖർറുബിനെ അടുപ്പത്തിനെ ഉദ്ദേശിക്കലാണ്. തഅലീമു അംരിഹി അവൻ്റെ കാര്യത്തിനെ മഹത്വപ്പെടുത്തലാണ്, മനസ്സ് മുഴുവൻ അവനെ മഹത്വപ്പെടുത്തലായിരിക്കും. വൈജാബത്തു ദഅവത്തിഹി അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യലാണ്. അള്ളാഹു ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞു, നമ്മൾ ഇബാദത്ത് ചെയ്യുന്നു, വേറെ കൂലിയൊന്നും അവിടെ പ്രശ്നമല്ല, ദഅവത്തിന് ഉത്തരം ചെയ്യുക. വൽ ബാഇസു അലൈഹി ഇതിന്മേലുള്ള പ്രേരിപ്പിക്കുന്ന വസ്തു അൽ ഇഅ്തിഖാദു സഹീഹു സഹീഹായ ഇഅ്തിഖാദാണ്, ശരിയായ വിശ്വാസം. യജമാനൻ എൻ്റെ അള്ളാഹുവാണ്, എൻ്റെ സൃഷ്ടികർത്താവാണ്, എന്നെ സംരക്ഷിക്കുന്നവനാണ്, എനിക്ക് നന്മ ചെയ്യുന്നവനാണ്. ആ ഒരു സഹീഹായ ഇഅ്തിഖാദ്, ഇതാണ് അതിലേക്കുള്ള പ്രേരണ. ആ ഇഅ്തിഖാദ് വരുമ്പോൾ അവനെ പ്രീതിപ്പെടുത്തണം, അവനെ തൃപ്തിപ്പെടുത്തണം, അവൻ്റെ ദഅവത്തിന് ഉത്തരം ചെയ്യണം, വേറെ ഒരു ഉദ്ദേശവുമില്ല. ഇതാണ് ഇഖ്ലാസുൽ അമൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളിദ്ദു ഹാദൽ ഇഖ്ലാസി അപ്പൊ അള്ളാഹുവിന് വേണ്ടി അമൽ ചെയ്യാന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ച് അള്ളാഹു ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ചെയ്യുക, മറ്റൊരു ഉദ്ദേശവുമില്ല, കൂലിയെ പോലും പ്രതീക്ഷിക്കുന്നില്ല. വളിദ്ദു ഹാദൽ ഇഖ്ലാസ് ഈ ഇഖ്ലാസിന്റെ എതിര് അന്നിഫാഖു കപട വിശ്വാസമാണ്. അള്ളാഹു കാത്തിരിക്കട്ടെ. ഈ കപട വിശ്വാസം എന്ന് പറഞ്ഞാൽ തഖർറുബു ഇലാ മാ ദൂനല്ലാഹി സുബ്ഹാനഹു അള്ളാഹ് അല്ലാത്തതിലേക്കുള്ള അടുപ്പത്തിനെ ഉദ്ദേശിക്കുക. അള്ളാഹുലേക്ക് അടുക്കാൻ ഉദ്ദേശിക്കുന്നതിന് പകരം അള്ളാഹ് അല്ലാത്തതിലേക്കുള്ള അടുപ്പത്തിനെ ഉദ്ദേശിക്കുക. ഇതിനാണ് നിഫാഖ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഇഖ്ലാസുൽ അമലിന്റെ എതിര് ആ നിഫാഖാണ്. അവിടെ ഇഖ്ലാസുൽ അമലിൽ വേറെ ഒരു ചിന്തയുമില്ല, പരിപൂർണമായും അള്ളാഹുവിന് വേണ്ടി മാത്രം. അള്ളാഹു എന്നോട് ആവശ്യപ്പെട്ടു ഇബാദത്ത് ചെയ്യാൻ, ഞാൻ ഇബാദത്ത് ചെയ്യുന്നു, മറ്റൊരു ലക്ഷ്യം എനിക്കില്ല. ഇതാണ് അതിൻ്റെ എതിരാണ് ഈ പറഞ്ഞ നിഫാഖ്. വഖാല ശൈഖുന റഹ്മഹുല്ല നമ്മുടെ ഷെയ്ഖ് പറഞ്ഞിരിക്കുന്നു, അൻ നിഫാഖ് നിഫാഖ് എന്ന് പറഞ്ഞാൽ ഹുവാദ് നിഫാഖ് അബൂബക്കറുൽ വറാഖ് റഹ്മഹുല്ല അതാണ് ഷെയ്ഖ്. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, നിഫാഖ് എന്ന് പറഞ്ഞാൽ ഹുവാദ് അൽ ഇഅ്തിഖാദുൽ ഫാസിദു ഫാസിദായ വിശ്വാസമാണ്, അസാധുവായ വിശ്വാസം, ഫസാദ് കലർന്ന വിശ്വാസം. അല്ലതി എങ്ങനത്തെ ഫാസിദായ വിശ്വാസം, ഹുവാദ് ലിൽ മുനാഫിഖി മുനാഫിഖിനുള്ളതാണ് ഫാസിദായ വിശ്വാസം.
മുനാഫിക്കിനുള്ള ഫാസിദായ വിശ്വാസത്തിനാണ് നിഫാഖ് എന്ന് പറയുന്നത്. എന്ത് വിഷയത്തിൽ? ഫില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ. ഫി ദീനില്ല എന്നർത്ഥം. അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ മുനാഫിക്കിനുള്ള ഫാസിദായ വിശ്വാസം, അതാണ് നിഫാഖ്. വലൈസ ഹുവ, ഇതല്ല, ഈ നിഫാഖ് അല്ല, മിൻ ഖബീലിൽ ഇറാദാത്തി, ഇറാദത്തുകളുടെ വിഭാഗങ്ങളിൽപ്പെട്ടതല്ല. ഇറാദത്ത് വേറെ, ഈ ഇഅ്തിഖാദ് വേറെ. ഇത് ഇഅ്തിഖാദാണ്, ഇറാദത്തല്ല. പുറകെ വരുന്ന ഇറാദത്താണ്. ഏത്? തലബുൽ അജിർ, അമലിനെ അജിറിനെ ആഗ്രഹിക്കുക, അതിൻ്റെ എതിരായ റിയാ, അവിടെ എല്ലാം ഇറാദത്താണ് ഉള്ളത്. ഇപ്പറഞ്ഞ ഈ ഇഖ്ലാസുൽ അമലിൽ ഇറാദത്തല്ല ഉള്ളത്, അതിൻ്റെ എതിരായ റിയായിലും നിഫാഖിലും ഇറാദത്തല്ല ഉള്ളത്, മറിച്ച് ഇഅ്തിഖാദാ ഉള്ളത്. ഇറാദത്തിന്റെ വിഭാഗത്തിൽപ്പെട്ടതല്ല. അങ്ങനെ പറയാൻ കാരണം ഇല്ലത്തിൻ ദക്കർനാഹ ഫി മൗദിഅഹ, ഒരു കാരണത്തിന്റെ പേരിൽ, ആ കാരണത്തിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ സ്ഥാനത്ത് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, ഒരു പക്ഷേ പുറകെ വരുമായിരിക്കും. അപ്പോൾ ഇഅ്തിഖാദാണ്. പിന്നെ നിഫാഖ്, ഇഖ്ലാസും ഒരു ഇഅ്തിഖാദാണ്, നിഫാഖും ഒരു ഇഅ്തിഖാദാണ്. അതേസമയം റിയാ, അതുപോലെ തന്നെ ഇഖ്ലാസു, തലബിൽ അജ്ർ, ഇതെല്ലാം ഇഅ്തിഖാദല്ല, മറിച്ച് ഇറാദത്താണ്. ഇഅ്തിഖാദിന് ശേഷമുള്ള ഉണ്ടാകേണ്ട ഇറാദത്ത്. ഈ നിഫാഖ് ഇറാദത്തിന്റെ ഇനത്തിൽപ്പെട്ടതല്ല, അതിന്റെ ഇഖ്ലാസുൽ അമലും ഇറാദത്തിന്റെ ഇനത്തിൽപ്പെട്ടതല്ല. അതിന്റെ കാരണം എന്താണെന്ന് അദ്ദേഹം അതിന്റെ സ്ഥാനത്ത് പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞത്. എവിടെയാ പറഞ്ഞെന്നുള്ളത് ഇൻഷാ അല്ലാഹ് നോക്കാം. അമ്മൽ ഇഖ്ലാസ് ഫി തലബിൽ അജ്ർ, നേരത്തെ പറഞ്ഞ ഇഖ്ലാസുൽ അമലാണ്. ഇനി തലബുൽ അജ്റിലുള്ള ഇഖ്ലാസ്, അമൽ കൊണ്ട് അജ്റിനെ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇറാദത്ത് നഫ്ഉൽ ആഖിറത്തി ബി അമലിൽ ഖൈരി, ഖൈറായ അമൽ കൊണ്ട് ആഖിറത്തിന്റെ പ്രയോജനത്തിനെ ഉദ്ദേശിക്കുക, അതാണ് തലബുൽ അജ്റിന്റെ ഇഖ്ലാസ്. ഖൈറായ അമൽ ചെയ്യൽ കൊണ്ട് ആഖിറത്തിന്റെ അമലിന്റെ പ്രയോജനത്തിനെ ഉദ്ദേശിക്കുക. അള്ളാഹുവിന്റെ തൃപ്തി മാത്രമല്ല അയാൾ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ആഖിറത്തിൽ പ്രതിഫലം കിട്ടണമെന്നും കൂടെ ആഗ്രഹിക്കുക. അതാണ് തലബുൽ അജ്റിന്റെ ഇഖ്ലാസ്. നേരത്തെ പറഞ്ഞ ഇഖ്ലാസ് അത്യുന്നതമാണ്, അതിന്റെ താഴെയാണ് ഈ ഇഖ്ലാസ്. വകാന ശൈഖുനാ റഹ്മഹുല്ലാഹി യഖൂലു, അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇന്നഹു, ഈ തലബുൽ അജ്റിന്റെ ഇഖ്ലാസ് എന്ന് പറയുന്നത് ഇറാദത്തു നഫ്ഉൽ ആഖിറത്തി, ആഖിറത്തിന്റെ പ്രയോജനത്തിനെ ഉദ്ദേശിക്കലാണ്, ബി ഖൈരിൻ, ഒരു ഖൈറ് കൊണ്ട്. എങ്ങനെയുള്ള ഖൈറ്? ലം യുറദ്ദ റദ്ദൻ, അതിനെ തള്ളപ്പെട്ടിട്ടില്ല, തള്ളപ്പെടാത്ത ഖൈറ്. യതഹദ്ദറു അലൈഹി, ആ തള്ളലിന്റെ മേൽ പിന്നെ വിഷമകരമാകുന്ന അവസ്ഥയിൽ, ബുദ്ധിമുട്ടാവുന്ന അവസ്ഥയിൽ, ഖൈറുഹു, ഇത് ഖൈറാകാന്നുള്ളത്, ഇതിന്റെ ഖൈരിയത്ത് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ തള്ളപ്പെട്ടിട്ടില്ല. തള്ളപ്പെട്ടെങ്കിൽ പിന്നെ അത് ഖൈറല്ലല്ലോ. അങ്ങനെ തള്ളപ്പെടാത്ത ഒരു ഖൈർ ഒരുത്തൻ ചെയ്തു, അയാളുടെ അതിന്റെ എല്ലാവിധ ഷർത്തും എല്ലാം പാലിച്ച് അയാൾ ചെയ്തു, എന്നിട്ട് അയാൾ അജ്റിനെ ആഗ്രഹിച്ചു. അതാണ് മനസ്സിലായി കാണും. ബിഹൈഫ്, ഈ നിലയിൽ, തുർജാ ബിഹി, ആ ഖൈർ കൊണ്ട് ആശിക്കപ്പെടും, തിൽക്കൽ മൻഫഅത്ത്, ആഖിറത്തിന്റെ ഈ പ്രയോജനത്തെ, ആഖിറത്തിന്റെ ഈ പ്രയോജനത്തെ ഈ ഖൈർ കൊണ്ട് ആശിക്കപ്പെടും. ആശിക്കപ്പെടുന്ന നിലയിൽ ഖൈർ കൊണ്ട് നഫ്ഉൽ ആഖിറയെ ഉദ്ദേശിക്കുക. അഥവാ നഫ്ഉൽ ആഖിറയെ ഉദ്ദേശിക്കുന്നത് ഏതോടു കൂടിയാണ്? ആശിക്കുന്നതോടു കൂടിയാണ്. ആശയം വരിക, ഉദ്ദേശവും വരിക. വഖദ് ശറഹ്നാ ഹാദിഹി ശറാഇത, ഈ ഷർത്തുകളെല്ലാം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. വേറെ കിതാബിലായിരിക്കും, ഒരുപക്ഷെ ഇഹ്യാ ഉലൂമുദ്ദീനിലായിരിക്കും. ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇറാദത്തു നഫ്ഉൽ ആഖിറത്തി, ഇഖ്ലാസുൽ തലബുൽ അമലിന്റെ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഇറാദത്തു നഫ്ഉൽ ആഖിറത്തി, ആഖിറത്തിന്റെ പ്രയോജനത്തിനെ ഉദ്ദേശിക്കലാണ്, ബി ഖൈറിൻ, ഒരു ഖൈറായ കാര്യം കൊണ്ട്. എങ്ങനെയുള്ള ഖൈർ? ലം യുറദ്ദ റദ്ദൻ, അതിനെ തള്ളപ്പെട്ടിട്ടില്ല, അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിൽ നിന്നും തിരസ്കരിക്കപ്പെട്ടിട്ടില്ല. എങ്ങനെ തിരസ്കരിക്കപ്പെട്ടിട്ടില്ല? യതഹദ്ദറു അലൈഹി, ആ തിരസ്കാരത്തിന്റെ മേൽ ബുദ്ധിമുട്ടായി തീരും ഖൈറുഹു, ഈ ഖൈറിന്റെ ഖൈരിയത്ത്, ഖൈറാകുക എന്നുള്ള ബുദ്ധിമുട്ടാകുന്ന രൂപത്തിലുള്ള തിരസ്കാരം, തള്ളുക, അതുണ്ടായിട്ടില്ല. അങ്ങനെ തള്ളാത്ത, ഷർത്തെല്ലാം ഒത്ത ഒരു ഖൈർ, ആ ഖൈർ കൊണ്ട് നഫ്ഉൽ ആഖിറയെ ഉദ്ദേശിക്കുക. എങ്ങനെ ഉദ്ദേശിക്കുക? ബിഹൈസി, ഈ നിലയിൽ, തുർജാ ബിഹി, അതുകൊണ്ട് ആശിക്കപ്പെടും, തിൽക്കൽ മൻഫഅത്ത്, ആഖിറത്തിന്റെ ആ മൻഫഅത്തിനെ ആശിക്കപ്പെടുന്ന നിലയിൽ ഈ നഫ്ഇനെ ഉദ്ദേശിക്കുക. ആശയം ഉണ്ടാവുക, ഈ ഇറാദത്തും ഉണ്ടാവുക, അത് തന്നെ. വഖദ് ശറഹ്നാ ഹാദിഹി ശറാഇത. വഖാല ഹവാരിയൂന, ഹവാരികൾ പറഞ്ഞു, ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, മഹാനായ ഈസാ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, മൽ ഖാലിസു മിനൽ അമാലി, അമലുകളിൽ നിന്നും ഖാലിസായത് ഏതാണ്, എന്താണ് ശുദ്ധമായതെന്നർത്ഥം? അത് ഏത് അമലിനാണ് ഈ ഖാലിസ് എന്ന് പറയുന്നത്? ഖാല, ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലദി, ഒരു അമലാണ്, യഅമലു, അതിനെ അവൻ ചെയ്യും, ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടി,
ലാ യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടാത്ത നിലയിൽ അൻ യഹ്മദഹു അവനെ സ്തുതിക്കലിനെ അലഹി അമലിന്റെ മേൽ അഹദുൻ ആരെങ്കിലും അവൻ ഈ അമൽ ചെയ്തതിന്റെ പേരിൽ ഇവനെ ആരെങ്കിലും സ്തുതിക്കണമെന്നുള്ള ആഗ്രഹം ഇല്ലാതെ അള്ളാഹുവിന് വേണ്ടി മാത്രം അമൽ ചെയ്യുക, അതിനാ ഖാലിസ് എന്ന് പറയുന്നത്. അപ്പൊ അതായി പറഞ്ഞ തഅറുദുൻ ലിതർക്കി റിയായ്, റിയായിനെ ഉപേക്ഷിക്കുന്നതിലേക്കുള്ള ഒരു സൂചനയാണ് ഈസാ അലൈഹി ഇസ്ലാമിന്റെ വാക്ക്. അവിടെ റിയായിനെ ഉപേക്ഷിക്കുക എന്നാണ് എൻ്റെ ഉദ്ദേശം, അതിലേക്കുള്ള സൂചനയാണ്. ഫഇന്നമാ ഖസ്സഹു ബിദ്ദിക്രി, എന്തുകൊണ്ടാണ് ഈ റിയായിനെ പ്രത്യേകമാക്കി പറഞ്ഞ ബിദ്ദിക്രി, ദിക്ർ കൊണ്ട്? വേറൊന്നും പറയാണ്ട് ഈ റിയായിനെ മാത്രം എടുത്തു പറഞ്ഞ എന്തിനാണ്? വേറെ ആഫത്തുകളെ പറ്റിയൊന്നും പറയാതെ വേറെ ഒരുപാടുണ്ട് ആഫത്തുകൾ അമലുകളെ നശിപ്പിക്കുന്ന. അപ്പൊ അതിനെ മാത്രം പ്രത്യേകമായി പറയാൻ കാരണം അന്നഹു അഖ്വൽ അസ്ബാബിൽ മുശവ്വിസത്തി ലിൽ ഇഖ്ലാസി, ഇഖ്ലാസിന് പിന്നെ നശിപ്പിക്കുന്ന സബബുകളിൽ ഏറ്റവും അഖ്വയാണ് റിയാ. അതുകൊണ്ടാണ് മുശവ്വിസ് തശ്വീസ് വരുത്തുന്നത്, ഇഖ്ലാസിന് ഭംഗം വരുത്തുന്ന കാരണങ്ങളിൽ ഏറ്റവും അഖ്വയാണ് റിയാ. വഖാല ജുനൈദ് റഹിമഹുല്ലാ അൽ ഇഖ്ലാസ്, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ തസ്ഫിയത്തുൽ അമാലി, അമലുകളെ ശുദ്ധീകരിക്കലാണ്, മിനൽ മുഖദ്ദറാത്തി, കലർപ്പുകളെ തൊട്ട്, കലർപ്പ് കലക്കൽ ഉണ്ടാക്കപ്പെടുന്നതിനെ തൊട്ട് അമലുകളെ ശുദ്ധീകരിക്കുക, അത് കലർപ്പ് വരാതെ ശുദ്ധീകരിക്കുക. അതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത് ഇമാം ജുനൈദുൽ ബഗ്ദാദി പറയുക. വഖാല ഫുദൈൽ ബിൻ ഇയാദ് റഹിമഹുല്ലാ പറയുന്നു അൽ ഇഖ്ലാസ്, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ദവാമുൽ മുറാഖബത്തി, മുറാഖബയെ നിത്യമാക്കുക, അള്ളാഹുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിനെ നിത്യമാക്കുക. ദിക്റിന്റെ മേലെയുള്ള കൽബിന്റെ ദിക്റിനാണ് മുറാഖബ എന്ന് പറയുന്നത്, അള്ളാഹുമായിട്ടുള്ള ആ ബന്ധത്തിനെ നിത്യമാക്കുക. നിസിയാനുൽ ഹുദൂദി കുല്ലിഹ, മുഴുവൻ ദുന്യാവിന്റെ ഹല്ലുകളെയും അയാൾ മറക്കുക, അയാൾക്ക് കിട്ടേണ്ട ഹല്ലുകളെ, അത് ദുന്യാവിന്റെ ആണെങ്കിൽ കൊള്ളാം ആഖിറത്തിന്റെ ആണെങ്കിൽ കൊള്ളാം, സകല ഓഹരികളെയും അവൻ മറക്കുക, മുറാഖബയെ നിത്യമാക്കുക. ഇതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി മെച്ചമാണിത്. ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞ അമലുകളെ അഴുക്കുകളിൽ നിന്ന് ശുദ്ധിയാക്കുക എന്നാണ്, കലർപ്പുകളിൽ നിന്ന് ശുദ്ധിയാക്കുക. ഇവിടെ അതല്ല, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം. ഒന്ന് മുറാഖബയെ നിത്യമാക്കുക, അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുക. മറ്റൊന്ന് മറ്റ് ഹല്ലുകളെ എല്ലാം മറന്നു കളയുക. വഹാദാ ഹുവൽ ബയാനുൽ കാമിലു, ഇതാണ് സമ്പൂർണമായ ബയാൻ. ഇതാണ് വൽ അഖാവീലു ഫി ഹാദാ കസീറത്തുൻ, ഈ ഇഖ്ലാസുൽ ഫി തലബിൽ അമലിന്റെ വിഷയത്തിലുള്ള ഖൗലുകൾ വളരെ കൂടുതലുണ്ട്, ഒരുപാട്. എന്തിനാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഫലാ ഫായിദത ഫി തക്സീരിൻ നഖ്ലി, നഖ്ലിനെ വർദ്ധിപ്പിക്കുന്നതിൽ പ്രയോജനമൊന്നുമില്ല. ബാദ ഇൻകിശാഫിൽ ഹഖായിഖി, ഹഖീഖത്തുകൾ വെളിവായതിനു ശേഷം. ഹഖീഖത്ത് ഇതിലൂടെ വെളിവായി, ഇനി പിന്നെ ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. വഖദ് ഖാല സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇത് സുഇല, അവിടുന്ന് ചോദിക്കപ്പെട്ട അവസരത്തിൽ അനിൽ ഇഖ്ലാസ്, ഇഖ്ലാസിനെ കുറിച്ച്. ഫഖാല, അവിടുന്ന് അരുളി, തഖൂൽ, നീ പറയണം, റബ്ബി അല്ലാഹ്, എന്റെ രക്ഷിതാവ് അള്ളാഹു ആണെന്ന് പറയണം. സുമ്മ, പിന്നീട് തസ്തഖീമു, നീ ചൊവ്വാകണം, കമാ ഉമിർത്ത, നിന്നോട് കൽപ്പിക്കപ്പെട്ട പോലെ. അതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഐ ലാ തഅബുദ് ഹവാക്ക, നിന്റെ ഇച്ഛയെ നീ ആരാധിക്കരുത്. വ നഫ്സക, നിന്റെ നഫ്സിനെ നീ ആരാധിക്കരുത്. വലാ തഅബുദ് ഇല്ലാ റബ്ബക, നിന്റെ രക്ഷിതാവിനെ അല്ലാതെ നീ ആരാധിക്കരുത്. തസ്തഖീമു ഫി ഇബാദത്തിഹി, അവന്റെ ഇബാദത്തിൽ നീ ചൊവ്വാകണം, വളയാണ്ട് നേരെ നിൽക്കണം. കമാ ഉമിർത്ത, നിന്നോട് കൽപ്പിക്കപ്പെട്ടതുപോലെ. വഹാദിഹി, പറഞ്ഞത് ഇഷാറത്തുൻ, ഇഷാറയാണ്, ഇലാ ഖത്ഇ കുല്ലി മാ സിവല്ലാഹി, അള്ളാഹ് ഒഴികെയുള്ള എല്ലാത്തിനെയും മുറിച്ചു കളയണമെന്നുള്ളതിലേക്ക് ഇഷാറയാണ്. അൻ മജ്റൻ നദരി, നെലറിന്റെ മജ്റയെ തൊട്ട്, നെലർ പോകുന്ന സ്ഥലം, മനുഷ്യന്റെ കണ്ണ് പോകുന്ന സ്ഥലം അല്ലെങ്കിൽ ചിന്ത പോകുന്ന സ്ഥലത്തെ തൊട്ട് അള്ളാഹ് അല്ലാത്തതിനെയൊക്കെ മുറിച്ചു കളയുക. ഇതാണ് അൽ ഇഖ്ലാസു ഹഖൻ, യഥാർത്ഥ നിലയിലുള്ള ഇഖ്ലാസ് ഇതാണ്. ഇതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. വലിദ്ദുൽ ഇഖ്ലാസി, ഈ ഇഖ്ലാസിന്റെ എതിര് റിയാ, ഒരു റിയാ ആണ്. റിയാ എന്ന് പറഞ്ഞാൽ ഇറാദത്തു നഫ്ഇ ദുനിയാ ബിഅമലിൽ ആഖിറത്ത്, ആഖിറത്തിന്റെ അമൽ കൊണ്ട് ദുനിയാവിന്റെ നഫ്ഇനെ ഉദ്ദേശിക്കുക. ഇതാണ് റിയാ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഇഖ്ലാസിന്റെ എതിര് നിഫാഖാണ്, അത് ഇഅ്തിഖാദാണ്, ഇറാദയല്ലെന്ന് പറഞ്ഞു. ഇത് ഇറാദയാണ്. സുമ്മ റിയാ, പിന്നെ റിയാ ലർബാന്, രണ്ട് സൈസ് ഉണ്ട്. റിയാ മഹ്ദുൻ വ റിയാ തഖ്ലീത്തിൻ. രണ്ട് സൈസ് റിയാ ഉണ്ട്. ഒന്ന് റിയാവും മഹദ്, തനിച്ച റിയാ. വേറൊന്ന് തഖ്ലീത്തിന്റെ റിയാ, കൂട്ടിക്കലർത്തിയ റിയാ. ഫൽ മഹദു, തനിച്ച റിയാ എന്ന് പറഞ്ഞാൽ അൻ തുരീദ ബിഹി, നീ അമൽ കൊണ്ട് ഉദ്ദേശിക്കലാണ് നഫ്അ ദുന്യ, ദുന്യാവിന്റെ നഫ്ഇനെ, ലാ ഗൈർ, വേറെ ഒന്നിനെ ഉദ്ദേശിക്കുന്നില്ല, ദുന്യാവിന്റെ നഫ്ഇനെ മാത്രം ഉദ്ദേശിക്കുന്നു. ഇത്
ഖാലിസായ റിയ ആണ്. തഖ്ലീത്തായ റിയ എന്ന് പറഞ്ഞാൽ അൻ തുരീദ ഹുമാര ജമീഅൻ, രണ്ടിനെയും കൂടെ ഉദ്ദേശിക്കുക. അതായത് നഫ്ഖദ് ദുന്യാവ നഫ്ഖൽ ആഖിറ, ദുന്യാവിൽ എന്തെങ്കിലും പ്രയോജനം കിട്ടണം ഇതുകൊണ്ട്, ആഖിറത്തിന് കിട്ടണമെന്ന് ആഗ്രഹിക്കുക. ഹാദാ ഹദ്ദുഹുമ, ഇതാണ് ഇഖ്ലാസിന്റെയും റിയാഇന്റെയും താരീഫ്. ഇൻഷാ അല്ലാഹ്. ഹാദാ ഹദ്ദുഹുമ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഇഖ്ലാസിന്റെ താരീഫ് ഇതാണെന്ന്. ഏത് രണ്ട് ഇഖ്ലാസിന്റെ? ഇഖ്ലാസുൽ അമലിന്റെയും ഇഖ്ലാസു തലബിൽ അജ്റിന്റെയും, അത് രണ്ടിന്റെയും. പിന്നെ അല്ലെങ്കിൽ ഇഖ്ലാസിന്റെയും റിയാഇന്റെയും, അങ്ങനെയും പറയാം. ഇഖ്ലാസിന്റെയും റിയാഇന്റെയും ഹദ്, പരിധി, അതിന്റെ താരീഫ് ഈ പറഞ്ഞതാണ്. അതിന്റെ തഅ്സീറുകളൊക്കെ സംബന്ധിച്ച് പുറകെ ഇൻഷാ അല്ലാഹ് പറയും. അള്ളാഹു മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് ചെയ്യട്ടെ.